എവരിവൺ. നമുക്കെല്ലാവർക്കും സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിരിക്കുക, സ്കിന്നിലുള്ള പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ആക്നെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുക എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ തന്നെ അതിനുള്ള പ്രതിവിധിയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ കിച്ചണിൽ എടുക്കാൻ കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഏതെല്ലാം വെജിറ്റബിൾസ് ആണ് നമ്മുടെ സ്കിൻ കെയറിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എല്ലാ വീട്ടിലും കാണുമായിരിക്കും അല്ലേ? നമ്മൾ കറി വെക്കാനൊക്കെയുള്ള ആവശ്യങ്ങൾക്കും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിൻ കെയറിൽ ഒരുപാട് മാജിക് ചെയ്യും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിലുള്ള പ്രീമച്വർ ഏജിങ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരുന്ന വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, സി, ഇ എന്നിവ പൊട്ടറ്റോയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ എന്നിവ കുറയ്ക്കാനായിട്ട് നല്ലതാണ് പൊട്ടറ്റോ. അപ്പോൾ പൊട്ടറ്റോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പല രീതിയിൽ പൊട്ടറ്റോ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ നന്നായി അരച്ച് ജ്യൂസ് പിഴിഞ്ഞെടുത്ത് ഐസ് ക്യൂബ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോയുടെ നീര് മാത്രം എടുത്ത് നമ്മുടെ പിഗ്മെന്റഡ് ആയിട്ടുള്ള സ്പോട്ടുകളിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പൊട്ടറ്റോ മറ്റേതെങ്കിലും ഇൻഗ്രീഡിയൻറ്റുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്പർ 2, ബീട്രൂട്ട്. ബീട്രൂട്ടും എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിലൊക്കെ കാണാറുള്ള ഒരു സ്ഥിര വെജിറ്റബിൾ ആയിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് വയ്ക്കുക, നമുക്ക് പിഗ്മെന്റഡ് ആണ്, അല്ലെങ്കിൽ വളരെ ഡാർക്ക് ആയിട്ടാണ്, ഡള്ളായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ബീട്രൂട്ട് മതിയാകും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ബീട്രൂട്ട് കൊണ്ടുള്ള ലിപ് സ്ക്രബ്, ലിപ് ബാം, ലിപ് മാസ്ക്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബീട്രൂട്ട് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ബീട്രൂട്ട് പൗഡർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഫേസ് പാക്ക് ഒക്കെ തയ്യാറാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുമെന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഒരു നാച്ചുറൽ ഗ്ലോയും നമ്മുടെ സ്കിന്നിന് ഇത് നൽകുന്നുണ്ട്. സോ ബീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് നിങ്ങളുടെ ലിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫേസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റായിട്ട് കൂടെ നമുക്ക് ഈ ഒരു ബീട്രൂട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടൊമാറ്റോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വെജിറ്റബിൾ ആയിരിക്കും തക്കാളി എന്ന് പറയുന്നത്. നമ്മുടെ ചർമ്മത്തിൽ വണ്ട് സൃഷ്ടിക്കാനായിട്ട് ഈ ഒരു തക്കാളിക്കാകും. ടാനിങ്ങിന്റെ പ്രശ്നമുണ്ടോ? നമുക്ക് തക്കാളി യൂസ് ചെയ്യാവുന്നതാണ്. ഡാർക്ക് സ്പോട്ട്സ്, നമ്മുടെ സ്കിന്ന് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്, തക്കാളി ഒരെണ്ണം മതിയാകും ഇതൊക്കെ മാറാനായിട്ട്. കൂടാതെ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അമിത എണ്ണ നീക്കം ചെയ്യാനായിട്ട് തക്കാളിക്കാകും. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനാകും, ടാനിങ് നീക്കാനാവും, ആക്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ചർമ്മത്തിൽ വളരെ പെട്ടെന്ന് വരകളും ചുളിവുകളും വന്ന് പെട്ടെന്ന് പ്രായമാകുന്നതിന്റെ സയൻസ് പെട്ടെന്ന് ഇല്ലാണ്ടാക്കാനായിട്ടും ഈ ഒരു തക്കാളിക്കാകും. സോ നമുക്ക് തക്കാളി പല രീതിയിൽ യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിലും നല്ലത് എന്തെങ്കിലും ഒരു പൗഡറിന്റെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലേയുടെ കൂടെയോ ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ക്യാരറ്റും നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. നമ്മൾ ഒട്ടുമിക്ക ആളുകളും വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടാവും. ക്യാരറ്റ് നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചർമ്മത്തിൽ ടാനിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്കിൻ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ മികച്ച ഒന്നാണ് ഈ ഒരു ക്യാരറ്റ്. നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഇത് സഹായിക്കും. അതിനായിട്ട് നമുക്ക് ടോണർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ക്യാരറ്റ് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ക്യാരറ്റിന്റെ ടോണർ തയ്യാറാക്കി യൂസ് ചെയ്യാം, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ക്യാരറ്റിന്റെ ക്രീം തയ്യാറാക്കി യൂസ് ചെയ്യാം. ക്യാരറ്റ് നന്നായിട്ട് ജ്യൂസ് ആക്കി എടുത്ത് അലോവേര ജെല്ലുമായിട്ട് മിക്സ് ആക്കി ഫേസിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ക്യാരറ്റ് ഓയിൽ, ക്യാരറ്റും എണ്ണയും കൂടെ, അതായത് ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഓയിലും കൂടെ നന്നായിട്ട് ചൂടാക്കി ആ ക്യാരറ്റിന്റെ ആ ഒരു സത്ത് മുഴുവൻ ഈ എണ്ണയിലേക്ക് വലിയുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിന് വളരെ ഗുണങ്ങൾ തരുന്ന ഒന്നാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്യാരറ്റും നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിന്റെ ഒരു ഭാഗമാക്കാം. ക്യുക്കുംബർ പൊതുവെ എല്ലാവർക്കും അറിയാം, സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഈ ക്യുക്കുംബർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ, ഒട്ടുമിക്ക ആളുകളും തന്നെയെങ്കിലും ഈ ഒരു ക്യുക്കുംബർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും. സ്കിൻ സൂപ്പർ ഹൈഡ്രേറ്റഡ് ആക്കും എന്ന് മാത്രമല്ല, ആക്നെ അതുപോലെ തന്നെ പിമ്പിൾസ് എന്നിവ പ്രിവെന്റ് ചെയ്യാനായിട്ടും ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ക്യുക്കുംബർ എന്ന് പറയുന്നത്. പ്രീമച്വർ ഏജിങ് തടയാനായിട്ട്, അതായത് വളരെ പെട്ടെന്ന് നമ്മുടെ ചർമ്മത്തിലെ പ്രായമാകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്.
നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാനായിട്ട് ഇത് സഹായിക്കും. സൺബേൺ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ക്യൂക്കുംബർ സഹായിക്കുന്നുണ്ട്. ക്യൂക്കുംബർ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ക്യൂക്കുംബർ നന്നായിട്ട് ജ്യൂസ് ആക്കി മിക്സിയിൽ അരച്ച് ജ്യൂസ് ആക്കിയതിന് ശേഷം ആ ജ്യൂസ് നമുക്ക് ഓരോ ഐസ് ക്യൂബ് ട്രേയിൽ ഒഴിച്ച് വെച്ച് ഐസ് ക്യൂബ്സ് ആക്കിയതിന് ശേഷം അത് ഫേസിൽ യൂസ് ചെയ്യാം ദിവസവും രാവിലെ. അതല്ല എന്നുണ്ടെങ്കിൽ ക്യൂക്കുംബർ ജ്യൂസ് തയ്യാറാക്കി ഏതെങ്കിലും ഒരു പാക്കറ്റിന്റെ കൂടെ മിക്സ് ആക്കി നമുക്ക് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 5 വെജിറ്റബിൾസ് ഉണ്ടായാൽ മതി നമ്മുടെ സ്കിന്നിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് അതൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് വേറെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്നിരുന്നാൽ കൂടെയും നമ്മൾ എന്തുപയോഗിക്കുന്നതിന് മുൻപ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. ഒരാൾ യൂസ് ചെയ്യുന്ന സാധനം അയാൾക്ക് എഫക്റ്റ് കിട്ടിയ സാധനം അടുത്തയാൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഏത് ഉപയോഗിച്ചാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക. അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ഉപയോഗിക്കൽ സ്റ്റോപ്പ് ചെയ്തോളുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.